ഹായ്, എൻ്റെ പേര് അർജുൻ വിവേക്. ഞാൻ ഗവൺമെൻറ് മെഡിക്കൽ കോളേജ് തിരുവനന്തപുരത്താണ് പഠിക്കുന്നത്. ഞാൻ 2025 നീറ്റിൻ്റെ പ്രിപ്പറേഷൻ ചെയ്തത് ബ്രില്യൻ സ്റ്റഡി സെൻറ്റർ പാലയിൽ നിന്നായിരുന്നു. ഞാൻ R15 എന്ന് പറഞ്ഞ ബാച്ചിലും ഡി ബ്ലോക്ക് എന്ന് പറഞ്ഞ ബ്ലോക്കിലാണ് പഠിച്ചുകൊണ്ടിരുന്നത്. എൻ്റെ ക്ലാസ് ടീച്ചറിൻ്റെ പേര് കാർത്തിക മിസ്സാണ്. ഇനി ഈ കോളേജിനെ പറ്റി പറയുവാണെങ്കിൽ കോളേജ് അടിപൊളിയാണ്. അതായത് ഇവിടുത്തെ അക്കാഡമിക്സ് ആയാലും സ്പോർട്സ് ആയാലും പിന്നെ ഇനി എന്തെങ്കിലും എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റി ആണെങ്കിൽ എല്ലാം അടിപൊളിയാണ്. അതായത് ഇപ്പം കേരളത്തിൽ തന്നെ ഏകദേശം ടോപ്പ് കോളേജ് തന്നെയാണിത്. എല്ലാവരുടെയും ഡ്രീം കോളേജ് എന്നൊക്കെ വേണേൽ പറയാം. പിന്നെ ഇവിടുത്തെ മെസ് ഫെസിലിറ്റീസ് ആണെങ്കിലും ഇവിടുത്തെ സീനിയേഴ്സ് തന്നെയാണ് നടത്തുന്നത്. അതുകൊണ്ട് നല്ല ആഹാരമാണ് കിട്ടുന്നത്. പിന്നെ ഞാൻ എങ്ങനെയാണ് ഈ നീറ്റ് 2025 ക്രാക്ക് ചെയ്തതെന്ന് വെച്ചാൽ, അതായത് ഞാൻ ബ്രില്യൻ്റെ ടെക്സ്റ്റ് മാത്രമേ ഫോളോ ചെയ്യത്തുള്ളായിരുന്നു. ഇപ്പം നമ്മൾ എക്സ്ട്രാ ടെക്സ്റ്റ് എടുക്കുകയാണെങ്കിൽ ഒന്ന് വിചാരിച്ചോ, ഇപ്പം നമ്മൾ ബ്രില്യൻ ടെക്സ്റ്റ് ഫോളോ ചെയ്യാതെ എക്സ്ട്രാ ടെക്സ്റ്റ് എടുക്കുകയാണെങ്കിൽ നമുക്കത് കവർ ചെയ്യാൻ പറ്റില്ല. കാരണം നമ്മൾ ഇപ്പം ഞാൻ തന്നെ ആദ്യം തന്നെ എക്സ്ട്രാ ടെക്സ്റ്റ് എടുക്കുമായിരുന്നു. കുറച്ച് നാൾ കഴിയുമ്പോൾ മനസ്സിലായി എനിക്കിത് ചെയ്യാൻ പറ്റില്ല, എനിക്ക് ബ്രില്യനിൽ മാത്രമേ ചെയ്യാൻ പറ്റുന്നത്, എനിക്കിത് സ്വയം മനസ്സിലായി. അതുകൊണ്ട് ഞാൻ അപ്പം തന്നെ ഷിഫ്റ്റായി. പക്ഷേ ചിലവരൊക്കെ ലാസ്റ്റ് വരെ ചെയ്തുകൊണ്ടിരിക്കും. അത് ശരിക്കും പറഞ്ഞാൽ പാടില്ല. അതായത് നമ്മൾ ഇപ്പോൾ ഒരു ടെക്സ്റ്റ് ഫോളോ ചെയ്യണമെങ്കിൽ അത് മൊത്തം ഫോളോ ചെയ്യണം. ഇപ്പോൾ പുറത്ത് ടെക്സ്റ്റ് വേണമെങ്കിൽ അത് മൊത്തം ഫോളോ ചെയ്യണം. ഈ പകുതി വെച്ച് നോക്കുകയാണെങ്കിൽ അത് ഭയങ്കര ബുദ്ധിമുട്ടാകും. പിന്നെ ഷോർട്ട് നോട്ട്സ് ഉണ്ടാക്കുക. ലാസ്റ്റ് ഒന്നും നിങ്ങൾക്ക് ടെക്സ്റ്റ് ബുക്ക് പോലും തുറക്കാൻ പറ്റാത്ത അവസ്ഥ വരും. NCERT മാത്രമേ വായിക്കാൻ പറ്റത്തുള്ളൂ. അതായത് ബയോളജി മാത്രം. കെമിസ്ട്രി ഒന്നും വായിക്കാൻ പോലും സമയം കിട്ടില്ല. കെമിസ്ട്രി ഫിസിക്സ് ഒക്കെ ഇങ്ങനെ ഫോർമുലയോ ഷോർട്ട് നോട്ട്സ് ഒക്കെ വായിക്കാൻ സമയം കിട്ടത്തുള്ളൂ. അതുകൊണ്ട് മാക്സിമം ഷോർട്ട് നോട്ട്സ് ഉണ്ടാക്കുക. ഷോർട്ട് നോട്ട്സ് ഉണ്ടെങ്കിലേ കാര്യമുള്ളൂ. അല്ലേ പിന്നെ ലാസ്റ്റൊക്കെ ആകുമ്പോൾ നല്ല പണി കിട്ടും. പിന്നെ ബ്രില്യൻ്റെ എക്സ്പീരിയൻസും അടിപൊളിയായിരുന്നു. ഹോസ്റ്റലൊക്കെ കൊള്ളാം, നല്ല രസമുണ്ടായിരുന്നു. പിന്നെ മോട്ടിവേഷൻ തരാനായിട്ട് നമ്മുടെ ടീച്ചർ കാർത്തിക മിസ് ഭയങ്കര ഹെൽപ്ഫുള്ളായിരുന്നു. ഈ കാർത്തിക മിസ് ഉള്ളതുകൊണ്ട് തന്നെയാണ് നമ്മളവിടെ നന്നായിട്ട് അക്കാഡമിക് പെർഫോമൻസ് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റിയത്. കാരണം മിസ് നമുക്കൊക്കെ മാർക്ക് കുറഞ്ഞാൽ എപ്പോൾ വന്ന് മിസ് തിരക്കും. സാധാരണ ഇങ്ങനെയൊന്നും എവിടെ നടക്കാറുള്ളതല്ല. നമ്മളെ വന്ന് തിരക്കും. എന്നിട്ട് മോനെ എന്തുകൊണ്ടാണ് മാർക്ക് കുറഞ്ഞത്, അപ്പോൾ നമുക്ക് മോട്ടിവേഷനൊക്കെ വന്ന് പുതിയ ടെക്നിക്കൊക്കെ പറഞ്ഞു തരും. അപ്പോൾ ആ ടെക്നിക്ക് ഫോളോ ചെയ്യുമ്പോൾ നമുക്ക് കുറേയൊക്കെ മാർക്ക് കിട്ടും. നമ്മൾ ബെസ്റ്റ് ആയിരിക്കുക. പിന്നെ ഹെൽത്തൊക്കെ നന്നായിട്ട് നോക്കുക. ഓടണമെന്ന് ഞാൻ പറയില്ല, പക്ഷെ അറ്റ്ലീസ്റ്റ് ഒന്ന് എപ്പോഴും പഠിക്കാതെ കുറച്ചൊക്കെ എഴുന്നേറ്റ് നടക്കണം. ഇനി ഞാൻ നിങ്ങളെ പ്രതീക്ഷിക്കുകയാണ്. നിങ്ങൾ കുറേ പേര് ഇനി അടുത്ത വർഷം ഗവൺമെൻറ് മെഡിക്കൽ കോളേജ് തിരുവനന്തപുരത്ത് വരുന്നു. ഞാൻ ബെസ്റ്റ് വിഷസ് തരുവാണ്. നിങ്ങൾ നീറ്റ് 2026 ക്രാക്ക് ചെയ്ത് ഇവിടെ തന്നെ വരുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ്. താങ്ക് യു. Brilliant Study Center, India's #1 coaching center for NEET and JEE.